അത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് സംഭവം. അങ്ങനെ 4 പേർക്ക് പരിക്കേറ്റു. അതായത് ടെർമിനൽ 3ക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അങ്ങനെ ഒരു അപകടമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു മണിക്കൂർ മുൻപ് ഇതുമായി സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന വിമാനത്താവളത്തിലെ പ്രധാനപ്പെട്ട ഈ ക്രൂ മെമ്പേഴ്സ്, അവിടുത്തെ ആളുകളൊക്കെയും അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രചരിക്കുന്ന മറ്റൊരു വിവരം. എന്തായാലും ഉടൻ തന്നെ എമർജൻസി റെസ്പോൺസ് ടീം അവിടെ എത്തുകയും സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് നൽകാനുള്ളത്. നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ദുബായിൽ അങ്ങോളം തലങ്ങും വിലങ്ങും ഏതാണ്ട് ഇത്തരത്തിൽ ഡ്രോണുകൾ പോകുന്ന ദൃശ്യങ്ങളൊക്കെയും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ദുബായ് വിമാനത്താവളത്തിനുള്ളിൽ ടെർമിനലിനോട് ചേർന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഭാഗമായി അവിടെ ഒരു ഇത്തരത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗൾഫ് മേഖലയിൽ രണ്ടാമതായിട്ടാണ് ഒരു വിമാനത്താവളത്തിനുള്ളിൽ ഇത്തരത്തിൽ അപകടം അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ജബലലി പോലെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് തീ ഉണ്ടായിരിക്കുന്നു. അവിടെ വലിയ തോതിൽ തീ ഉയരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെയും ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് തുടങ്ങിയ ഒരു ആക്രമണത്തിന്റെ ഭാഗമാണ്. നിലവിൽ ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളമായി ആക്രമണത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ പോകുന്ന കാഴ്ചയ്ക്ക് വളരെ കുറവുണ്ട്. കാരണം നമ്മൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അവിടെയൊക്കെയും ഇങ്ങനെ ഡ്രോൺ പോകുന്നതിന്റെ ഒരു ഭയാനകരമായ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഏതാണ്ട് ഒരു അരമണിക്കൂറോളമായി ആ സാഹചര്യമില്ല. നേരത്തെ ഉണ്ടായ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം നേരത്തെ വൈകിട്ടോടുകൂടി പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. അവിടുത്തെ ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4 പേർക്കാണ് പരിക്കേറ്റതെന്ന് മനസ്സിലാക്കുന്നു. 4 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഭാഗമായി 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന് സ്ഥിരീകരിച്ച് പറയാം. അതിനപ്പുറം ഈ ജബലലി പോലെയുള്ള സ്ഥലങ്ങളിൽ തീ ഉയരുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഈ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ സ്വഭാവം എന്താണ് റയീസ്? അതിലെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എല്ലാം ഈ അവശിഷ്ടങ്ങൾ, ഡ്രോണിന്റെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണുണ്ടായ അപകടം എന്ന നിലയ്ക്കാണ് UAE-യിലെ എല്ലാ അപകടങ്ങളെയും, അതൊരു ഡയറക്റ്റ് ഒരു മിസൈൽ പതിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടമായിട്ടല്ല ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. എല്ലാം ആ നിലയ്ക്ക് മാത്രം ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ഡയറക്റ്റ് ആയിട്ട് മിസൈലുകളോ ഡ്രോണുകളോ വന്ന് പതിക്കുകയല്ല, ഇവയുടെ അവശിഷ്ടങ്ങൾ വീണ് ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പോൾ ഗൾഫ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യമാണുള്ളത്. ചിലയിടങ്ങളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാം ജുമേറ പോലെയുള്ള ഇടങ്ങളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അല്ലേ റയീസ്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ നേരിട്ട് ഒരു ഡ്രോൺ പതിച്ച് അല്ലെങ്കിൽ മിസൈൽ പതിച്ച് ഒരു അപകടവും ഉണ്ടായതായി UAE ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പാം ജുമേറ പോലെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തീയും പുകയും ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ ആളൊഴിഞ്ഞ മേഖലകളിൽ, ഈ റെസിഡൻഷ്യൽ സ്ഥലങ്ങളല്ലാത്ത പലയിടത്തും ഇത്തരത്തിൽ വലിയ തീയും പുകയും ഒക്കെ ഉയരുകയും ദൂരെ നിന്ന് അത് ആളുകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പുതുതായിട്ട് വന്നൊരു വിവരമാണ് ഈ ജബലലിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തീ ഉയരുന്നു എന്നുള്ളത്. മറ്റെല്ലാം ഈ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വെപ്പണുകൾ അത് താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്ന അപകടമാണ് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ അലേർട്ടുമായി ചേർത്തുകൊണ്ടാണ് അത് പ്രധാനമായിട്ടും പറയേണ്ടത്. കാരണം അലേർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തുറസായ സ്ഥലത്ത് നിൽക്കരുത് എന്നാണ്. അത് ഒരു നേരിട്ടുള്ള ഒരു ഡ്രോൺ പതിച്ചുണ്ടാകുന്ന അപകടത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ അവശിഷ്ടങ്ങൾ വീണിട്ട്, ഇത് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള വെപ്പൺസിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ടാകുന്ന അപകടവും ഒപ്പം തന്നെ ആ തരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഇത്തരത്തിൽ. റയീസ്, നമ്മുടെ രാജ്യത്തിന് പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ചും ദുബായ് ഗൾഫ് മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആകാംക്ഷയും ആശങ്കയുമാണ് അറിയാൻ. കാരണം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തിൻ്റെ, അതോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ ആളുകൾ അവിടെ ഉണ്ട്. സ്വാഭാവികമായും അവിടെ എല്ലാവരും സുരക്ഷിതരാണ് എന്നറിയാനുള്ള ആകാംക്ഷ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും. ഈ അർദ്ധരാത്രിയിലും ഒക്കെ ആളുകൾ
അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയാൻ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ്. റയീസ്, നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകൾ പൊതുവിൽ അവർ സുരക്ഷിതാവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? GK, തീർച്ചയായിട്ടും ഈ സമയം വരെ UAE സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ടായ ഈ അപകടം ആ തരത്തിലൊക്കെ നോക്കിയാൽ ഒരൊറ്റ മരണം മാത്രമാണ് ഇന്ന് UAE പറയാനുള്ളത്. അത് അബുദാബിയിൽ ഉച്ചയോടെ സംഭവിച്ച ഒരു മരണം മാത്രമാണ്. അത് മാത്രമാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ അതിനപ്പുറത്തേക്ക് UAE സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു നേരിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി. ജനവാസ മേഖലയിലേക്ക് ഒരു മിസൈലോ ഡ്രോണോ വന്ന ഒരു ആക്രമണം ഉണ്ടായി. അവിടെ ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന സാഹചര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുക. കാരണം ആ നിലയ്ക്ക് തന്നെയാണ് UAE മീഡിയ അതോറിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളും എല്ലാ മന്ത്രാലയങ്ങളും എല്ലാ അതോറിറ്റികളും ആ നിലയ്ക്ക് തന്നെയാണ്. മുഹമ്മദ് റയീസ് ആണ് വിവരങ്ങൾ നൽകിയത്. ദുബായിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ റയീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മിസൈലിന്റെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ വീണുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങൾ മറ്റ് ഇടങ്ങളിലൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. UAE ഇതുവരെ അവിടുത്തെ താമസക്കാരെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.